കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം നമുക്കിവിടെ എടത്വപ്പള്ളി പെരുന്നാൾ, നമ്മുടെ പള്ളി പെരുന്നാൾ, അങ്ങനെ കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ട് രാവിലെ മുറ്റമൊക്കെ അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ സൈഡൊന്ന് അടിച്ചിട്ട്, ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ആ സൈഡ് ഒന്ന് അടിച്ച് കൂട്ടിയിട്ട് പിന്നെ നമ്മൾ അടയുണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ കുറച്ച് അരിപ്പൊടിയും ചക്കയും തേങ്ങായും ജീരകവും ഏലക്കയും എല്ലാം കൂടെ പൊടിച്ചിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴനിലയില്ലേ, അത് നമ്മുടെ പറിക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് താഴത്തെ എല്ലാം ഞാൻ അവിടെ തീയിട്ടാണ് കേട്ടോ. അത് ഉണങ്ങിപ്പോയി. അപ്പം പിന്നെ മേളിലാണ് എനിക്ക് പറിക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വാഴയിലക്കകത്തോട്ട് തന്നെ അതൊന്ന് പരത്തി വെച്ചു. അപ്പം വഴനിലക്കകത്താണ് ശരിക്കും നമ്മൾ ഈ ചക്കയപ്പം ഉണ്ടാക്കുന്ന. ആ വഴനിലയുടെ മണവും കുമ്പളപ്പം ഇല്ലേ, അതിനകത്താണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. പ്രാവശ്യം പക്ഷേ നമ്മുടെ ആ വഴന താഴത്തെ മുഴുവൻ ഉണങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്കിപ്പം അത് പറിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് നമുക്കിപ്പം വാഴയില തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കണ്ട് ഇതെല്ലാം കുഴച്ച് വെച്ച് മിക്സ് ചെയ്തിട്ട് പരത്തി ഇലയിലിങ്ങനെ പരത്തി വെക്കുകയാണ് കേട്ടോ. അന്നേരം ഞാനൊരു സൈഡേ തൂത്തിട്ടുള്ളൂ. ഇന്ന് 4 പുറവും നമുക്ക് തൂത്ത് തീയിടേണ്ട ദിവസമാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് ബാക്കി സൈഡൊന്നും ഞാൻ തൂത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ അങ്ങ് നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അന്നേരം അത് തീ ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്കിപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം ചകഞ്ഞ് ഫ്രണ്ടിലോട്ടിങ്ങ് കൊണ്ടുവരും. ചകഞ്ഞ് ശരിയാക്കിയിട്ടൊക്കെയാണ്. കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം കേട്ടോ. അതിനെയെല്ലാം ഞാനിങ്ങനെ കുറച്ച് മുട്ട വെച്ച് നമ്മൾ വിരിച്ചെടുത്തത് കൊണ്ട്, പിന്നെ അല്ലാതെ വാങ്ങിയിട്ടുമുണ്ട് കേട്ടോ 10-12 കോഴിക്കുഞ്ഞുങ്ങളെ. അപ്പം അതെല്ലാം കൂടെ ആകുമ്പം എല്ലാം ശരിയാക്കിയിട്ടിരിക്കുകയാണ് 4 പുറവും. അപ്പം തേണ്ട നമ്മുടെ അടയൊക്കെ പരത്തി അപ്പച്ചെമ്പിനകത്തോട്ട് വെച്ചിട്ട് ബാക്കി നമുക്ക് തൂക്കാനായിട്ട് ഇറങ്ങാം. തൂത്തിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടിരിക്കുമല്ലോ. ഇപ്പം അടയായതുകൊണ്ട് പിന്നെ അടുത്തൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ദോശയൊന്നും ചുടേണ്ട പോലെ. അന്നേരം അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആവിയാകുമ്പോഴത്തേന് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്ക് വന്ന് കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി വെളുപ്പിനെ ഒന്നും അല്ല എഴുന്നേറ്റിരിക്കുന്നത്, ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ. മക്കൾക്ക് പോകണ്ടല്ലോ. അപ്പം ഞാൻ ബാക്കി പെരയ്ക്കെല്ലാം ഒന്ന് തൂത്തിട്ട് വന്നപ്പോഴത്തേന് അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി അടയാണ് കേട്ടോ. നല്ല ശർക്കരയും ചക്കയും തേങ്ങായും ഒക്കെ വെച്ചുള്ള അട. ഇതിനൊരു കട്ടൻ കാപ്പി അല്ലെ കടിഞ്ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലേ. അപ്പോൾ ഒത്തിരി രാവിലെ ഒന്നും അല്ല ഇത് കഴിക്കാൻ പോകുന്നത് കേട്ടോ. മക്കൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ അട കഴിക്കത്തില്ല. കാരണം ഞാൻ അട കഴിച്ചു കഴിഞ്ഞാൽ മത്ത് പിടിച്ചിങ്ങനെ നടക്കും. അന്നേരം എനിക്കിനിയും കുറേ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി സൈഡിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറേ കോവയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് മെഴുക്കുവരട്ടിക്ക് പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ ബാക്കി തൂക്കാൻ വരുന്ന സമയത്താണ് ഈ കോവയ്ക്ക കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഈ സൈഡൊക്കെ തൂത്ത് പോവാണ്. നമ്മുടെ ഈ ബാക്കി സൈഡിൽ നിറച്ച് മരങ്ങളാണ് കേട്ടോ. ഇവിടെ നെല്ലിയുണ്ട്, റംബുട്ടാൻകായുടെ ഒരു മരമില്ലേ അതുണ്ട്, മാവുണ്ട്, കുറേ മരങ്ങളാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ അങ്ങനെ ഞാൻ ബാക്കി സൈഡെല്ലാം തൂക്കുകയും പിന്നെ കോവയ്ക്കയുടെ പറിക്കുകയാണ്. ഇപ്പം കുറേ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഭയങ്കര വെയിൽ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം നേരം വെളുക്കുന്നതിന് മുമ്പ് നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഞാനും അപ്പൂസും കൂടെ കോവയ്ക്കയെല്ലാം പറിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടാക്കുവാണ് കേട്ടോ. കാരണം നമുക്കൊരു മെഴുക്കുവരട്ടിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പം ഞാനിങ്ങനെ കോവയ്ക്കൊന്നും കളയത്തില്ല കേട്ടോ. മക്കൾക്ക് മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ എന്നെ കൂടി ഇങ്ങനെ പിടിച്ച് കാണിക്കുകയാണ്. അന്നേരം അപ്പൂസ് ഓടി ചെന്നിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴിക്കുഞ്ഞിനെ. രാവിലെ തൊട്ടേ അതിൻ്റെ കൂടാണ് കേട്ടോ. അതിന് തീറ്റി കൊടുക്കുക. പക്ഷേ ഒരെണ്ണത്തിനെയും കൊണ്ട് കാക്ക പോയി.
ബാക്കി എല്ലാത്തിനും ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേണ്ട ബാക്കി സൈഡെല്ലാം തൂത്തുകൂട്ടി തീ ഇട്ട് കൊടുക്കുകയാണ്. തീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും ഭയങ്കര ചൂടുമാണ്. ഞാൻ പിന്നെ തീ ഇട്ടത് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വൈകുന്നേരം തീ ഇടാൻ വരുമ്പോഴത്തേന് പിന്നെ ഞാനിവിടെ എല്ലാം തൂത്ത് കൂട്ടേണ്ടി വരും, കോഴി ചകഞ്ഞ് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞു, അകത്ത് വന്നു, ഒരടയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വേണ്ട അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതവിടെ കിടന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കണം. പിന്നെ മീൻകാരൊന്നും ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഉണക്ക ചൂട ഇരിപ്പുണ്ട്, അത് നമുക്ക് തേങ്ങ ഇട്ട് മാങ്ങ ഇട്ട് പറ്റിക്കത്തില്ലേ, അതുകൂടെ പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ തേട്ട് കോവയ്ക്കൊക്കെ കഴുകി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തേണ്ട ഉണക്ക ചെമ്മീൻ ഒരു കവറിനകത്ത് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഉണക്ക ചെമ്മീൻ പിന്നെ നമ്മുടെ ഉണക്ക കൊഞ്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളതെടുത്ത് തീയിൽ വെക്കും. പിന്നെ ഇങ്ങനെ മാങ്ങ ഉള്ളതുകൊണ്ട് പീര വയ്ക്കും, പുളി ഇട്ടും വെക്കാം കേട്ടോ. അന്നേരം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെമ്മീനും കുറച്ച് ചൂടയും കൂടെ എടുത്തു കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഉണക്ക ചെമ്മീനകത്തൊക്കെ മണ്ണ് കാണുമല്ലോ, നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് ഇത് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ മീൻ പറ്റിക്കത്തില്ലേ, അതുപോലെ തന്നെ പറ്റിച്ചെടുക്കാം കേട്ടോ. അന്നേരം ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് ചട്ടിക്കകത്തിട്ട് കഴുകി വാരിയെടുക്കട്ടെ. നിങ്ങളിങ്ങനെ ഉണക്ക ചെമ്മീനൊക്കെ പറ്റിക്കാറുണ്ടെങ്കിൽ പറയണം കേട്ടോ. പക്ഷേ ഞാനിതൊക്കെ പറ്റിച്ച് കഴിഞ്ഞപ്പം മീൻ വന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ മീൻ വാങ്ങി കേട്ടോ, മത്തി. അത് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഉണക്കച്ചെമ്മീനും ചൂടയും കൂടെ പറ്റിക്കാൻ വേണ്ടി തേങ്ങായും ചെറിയുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, സാധാരണ പോലെ തന്നെ എല്ലാ ഇഞ്ചിയും ഒക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഇത് കണ്ടോ, ചെറിയ ചൂട്, ഇതിൻ്റെ തലയൊന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നല്ലവണ്ണം കഴുകിയെടുക്കുക. നമ്മൾ സാധാരണ ഞെരടി ചേർക്കോ അല്ലെ ചതച്ച് വാരി ചേർക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ നമ്മുടെ പുളിയുള്ള ഒരു മാങ്ങായോട് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനായിട്ട് ഞാൻ നമ്മുടെ ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്ന് മെഴുക്കുവരട്ടി ആവുന്നുണ്ട്. കോവയ്ക്ക അരിഞ്ഞ് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പൂടിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയാണ് ആ മെഴുക്കുവരട്ടി. ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണ്. നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അവിടെ ആവുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചെമ്മീനൊന്ന് ചൂടയൊന്ന് പറ്റിച്ചെടുക്കാം. അന്നേരം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അതൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇങ്ങനെ ഒന്ന് പറ്റിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വറക്കുകയോ ഒക്കെ ചെയ്യണ്ടേ. അപ്പം ഞാനിങ്ങനെ വാങ്ങി ഇതിനകത്ത് പെട്ടെന്ന് ഉറുമ്പ് കയറും കേട്ടോ. അതിനാണ് ഈ കവറിനകത്ത് കെട്ടി വെക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിയുവാണ് കേട്ടോ. അന്നേരം മാങ്ങയോട് ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ ഞാൻ നല്ലവണ്ണം ഒന്ന് ഞെരടി. അന്നേരം ഇതിനകത്തേക്ക് കൂടുതലും ചെറിയുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം ഞെരടി ആ ചട്ടിക്കകത്തോട്ട് ചേർത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം അതൊന്ന് അടുപ്പയിലോട്ട് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചൂടയും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് മാങ്ങായും ഇട്ട് കൊടുത്ത് ഒന്ന് ഒത്തിരി നേരം ഒന്നും വേകണ്ട കേട്ടോ. ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഉണക്കച്ചൂട വെന്ത് കഴിയും. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ് ഇങ്ങനെ ഉണക്കച്ചൂട പറ്റിക്കുന്നത്. മാങ്ങായിട്ട് ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാങ്ങയുള്ള സീസണാണല്ലോ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ചൂടയൊക്കെ ഇങ്ങനെ ഞാൻ എടുത്ത് അടുപ്പിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനാണ് മത്തി വന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് മത്തി വാങ്ങി. കാരണം മീൻ നോക്കിയിരുന്ന് കാണാത്തപ്പോഴാണ് ഞാനിതെടുത്ത് റെഡിയാക്കി എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ മത്തി വാങ്ങിച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ മെഴുക്കുവരട്ടിയും വെച്ചു, ഇത് തോരനും വെച്ചല്ലോ.
നമ്മുടെ മെഴുക്ക് പുരട്ടിയും മീൻ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മത്തി വന്നു വെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് കറി വയ്ക്കാനായിട്ട് പോവാണേ. പെട്ടെന്നൊരു മുളകിട്ട കറി കേട്ടോ. എന്നും വെക്കുന്ന പോലെ തന്നെയുള്ള നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട ഒരു കറിയാണ് കേട്ടോ. അതുകൂടെ വെക്കാമെന്ന് വിചാരിച്ച് സമയത്ത് നമ്മുടെ ചോറും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വൈകിട്ടത്തേക്കും വേണമല്ലോ, അപ്പം പിന്നെ മീൻ കറിയൂടെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് കഴുകി പിന്നെ മീനൊക്കെ ഒന്ന് കഴുകി വെച്ചു. അന്നേരം ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീനിട്ട് കൊടുക്കണേ. അപ്പം പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തൂക്കുവാണ്. പെരയ്ക്കെല്ലാം രാവിലെ തന്നെ തൂത്താണ് കേട്ടോ. അന്നേരം നമുക്കിപ്പോൾ അടുക്കളയിൽ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് അതും ഇതൊക്കെ വീണിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ അതെല്ലാം ഒന്ന് തൂത്ത് വാരി ഇനിയിപ്പം നമുക്ക് മീൻ കറിയൂടെ വെക്കണം. അത് കഴിഞ്ഞ് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എടുക്കുന്നില്ല. അപ്പം നമ്മൾ തലേ ദിവസം വെച്ച മാമ്പഴ പുളിശ്ശേരിയുടെ കുറച്ചിരിപ്പുണ്ട്. അപ്പം ഇന്നിപ്പം കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കറിക്ക് പകരം തലേ ദിവസത്തെ മാമ്പഴ പുളിശ്ശേരി, ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ മാമ്പഴ പുളിശ്ശേരി മാങ്ങാക്കറിയൊക്കെയാണല്ലേ. അന്നേരം നമ്മുടെ വീട്ടിലും മാങ്ങ ഉള്ളതുകൊണ്ട് ഈ മാമ്പഴ പുളിശ്ശേരി മാങ്ങാക്കറിയൊക്കെ എപ്പോഴും കാണും കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി മത്തിക്കറി നിങ്ങൾ കൂട്ടിയിട്ടില്ലെങ്കിൽ കൂട്ടണം, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് മത്തി എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം മത്തി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ മത്തിയാണ്, അതൊന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം, മുറിക്കൊന്നും വേണ്ട. അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരി ഇതാണ് കേട്ടോ. 2-3 മാങ്ങ അതിനകത്ത് കിടപ്പുണ്ട്. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചൂട പറ്റിച്ചതും ഉണ്ട് കേട്ടോ. അന്നേരം ഇതൊക്കെ മതിയല്ലോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാൻ. ടാറ്റാ.